ഈ ലേഡി വീട്ടിൽ തനിച്ചായിരിക്കുമ്പോൾ ടിവിയിൽ ഒരു ന്യൂസ് കാണുന്നു. അതിലൊരു സൈക്കോ കില്ലർ ഒറ്റയ്ക്കായിരിക്കുന്ന ലേഡീസിനെ കൊല്ലുന്നതായി പറയുന്നു. അതിനുശേഷം അവർ കിച്ചണിൽ നിൽക്കുമ്പോൾ ആരോ കോളിംഗ് ബെൽ അടിക്കുന്നു. നിർത്താതെ ബെല്ലടിക്കുന്നത് കേട്ട് അവർ വന്ന് നോക്കുമ്പോൾ ഒരാൾ തിരിഞ്ഞു നിൽക്കുന്നതായി സെക്യൂരിറ്റി ക്യാമറയിൽ കാണുന്നു. അയാൾ തിരിഞ്ഞു നിന്ന് തന്നെ അവരോട് സംസാരിക്കുന്നു. അയാൾ ഫയർ അലാം ഇൻസ്പെക്ഷന് വേണ്ടി വന്നതാണെന്ന് പറയുന്നു. അവർ ഞാൻ ഇൻസ്പെക്ഷന് വേണ്ടി പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞതും ആ അപ്പാർട്ട്മെന്റിലെ എല്ലാവരും ഇത് തന്നെയാണ് പറഞ്ഞതെന്ന് അയാൾ പറയുന്നു. അവർ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഡോർ ഓപ്പൺ ചെയ്യൂ, ഇത് ലാസ്റ്റ് ഫ്ലാറ്റ് ആണ്, ഇതുകൂടി കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറയുന്നു. എന്നിട്ട് ഡോറിൽ ആഞ്ഞടിക്കുന്നു. അവർ മടിയോടെ വാതിൽ തുറക്കുന്നു. അകത്തേക്ക് വന്നയാൾ നിങ്ങൾ സുന്ദരിയാണല്ലോ എന്ന് കമന്റ് അടിക്കുന്നു. എന്നിട്ട് ഞാൻ 5 മിനിറ്റിൽ ജോലി തീർക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുന്നു. മാത്രമല്ല അവരോട് നല്ല ഫുഡിന്റെ മണം വരുന്നല്ലോ, ബാക്കി വല്ലതുമുണ്ടോ, നിങ്ങൾ ഈ വീട്ടിൽ തനിച്ചാണോ എന്നൊക്കെ ചോദിക്കുന്നു. അവർക്ക് അയാൾ ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും അയാളുടെ നോട്ടം കാണുമ്പോഴും വല്ലായ്മയും പേടിയും തോന്നുന്നു. പെട്ടെന്ന് അയാൾ മർഡർ കേസിനെ പറ്റി അറിഞ്ഞോ എന്ന് ചോദിക്കുന്നു. ഒരു നിമിഷം അവർ സ്തംഭിച്ചു നിൽക്കുന്നു. എന്നിട്ട് അറിഞ്ഞെന്ന മറുപടി പറയുന്നു. അയാൾ അവരെ പേടിപ്പിക്കുന്ന രീതിയിൽ തന്നെ സംസാരിക്കുന്നു. അതിനുശേഷം വേറെയും റൂമിലേക്ക് ഫയർ അലാം നോക്കാനായി കയറുന്നു. മാത്രമല്ല അയാൾ അവരുടെ പേഴ്സണൽ കാര്യങ്ങളെ പറ്റി ആവശ്യമില്ലാതെ ചോദിക്കുകയും മോശമായ രീതിയിൽ നോക്കുകയും ആ സൈക്കോ കില്ലറിനെ പറ്റി തന്നെ സംസാരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അയാൾ വർക്ക് പാതിയിൽ സ്റ്റോപ്പ് ചെയ്ത് ടോയ്ലറ്റ് യൂസ് ചെയ്യാനായി കയറുന്നു. ഉടനെ അവർ ഒരു റൂമിലേക്ക് ഓടി വന്ന് ഡ്രോയിൽ നിന്ന് ഒരു ഇലക്ട്രിക് ഷോക്ക് ഗൺ എടുക്കുന്നു. എന്നിട്ട് എല്ലാ ലൈറ്റ്സും ഓഫ് ചെയ്ത് ബാത്റൂമിന് വെളിയിൽ അയാളെ കാത്തു നിൽക്കുന്നു. അവർ പേടിയോടെ ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ടിവി ഓൺ ആവുന്നു. അവർ ഷോക്ക് ആവുന്നു. അതേസമയം അയാൾ ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് വരുന്നു. അവർ പാനിക്കായി നിന്നതുകൊണ്ട് തന്നെ അയാളെ തടയാൻ കഴിയുന്നില്ല. അയാൾ അവരുടെ കഴുത്ത് ഞെരിക്കുന്നു. അവരുടെ കയ്യിൽ നിന്ന് ഷോട്ട് ഗൺ തറയിൽ വീഴുന്നു. പെട്ടെന്ന് അതുവഴി ഫ്ലോർ ക്ലീനിംഗ് മെഷീൻ വന്നതും അയാൾ അതിൽ ചവിട്ടി സ്ലിപ്പായി വീഴുന്നു. അയാൾ എഴുന്നേൽക്കാൻ കഴിയാതെ നിരങ്ങി നീങ്ങുന്നു. അതേസമയം തന്നെ ടിവിയിൽ ആ മർഡർ കേസിന്റെ ന്യൂസ് കാണിക്കുന്നു. അതിൽ ഷോക്കിംഗ് ആയ ഒരു കാര്യം പറയുന്നു. ആ സീരിയൽ കില്ലർ ഒരാണല്ല, ഒരു ലേഡിയാണ്. തൊട്ടടുത്ത നിമിഷം തന്നെ ഈ ലേഡി പേടിപ്പിക്കുന്ന രീതിയിൽ വിസിലടിക്കാൻ തുടങ്ങുന്നു. നോക്കുമ്പോൾ അവരുടെ ടോയ്ലറ്റിനകത്ത് ബാത്ടബിൽ ചോരയിൽ കുതിർന്ന ഒരു ബ്ലാക്ക് ഡ്രസ് കിടക്കുന്നു. ആക്ച്വലി ഇവളാണ് ആ സീരിയൽ കില്ലർ. അതറിഞ്ഞത് കൊണ്ടാണ് അയാൾ അവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. അവൾ കിച്ചണിൽ പോയി ഒരു കത്തിയും എടുത്തു വരുന്നു. അത് കണ്ട അയാൾ എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങുന്നു. പക്ഷെ അവൾ ഒരു ദയയുമില്ലാതെ അയാളെ കൊല്ലുന്നു. എന്നിട്ട് കണ്ണാടിയുടെ മുന്നിൽ വന്ന് ക്രൂരമായി ചിരിക്കുന്നു.